അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടം നമുക്കറിയാലേ, ലോകത്തെ ആകെ ഞെട്ടിച്ച ഒരു അപകടം തന്നെയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു അപകടം തന്നെയായിരുന്നു. ഇന്നും ആ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകൾ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. എന്തുകൊണ്ട് ആ ഒരു വിമാനം അപകടം സംഭവിച്ചു, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള വിവരം പോലും ഇതുവരെ പുറത്തു വന്നിട്ടുള്ള എന്നുള്ളത് തന്നെയാണ് ആ ഒരു അപകടത്തിന് ദുരൂഹത വർദ്ധിപ്പിക്കുന്നതും. ഏകദേശം 300-നടുത്ത് ആളുകൾ മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ, അത് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രഞ്ജിത നായരുടെ DNA പരിശോധനകൾ കഴിഞ്ഞ് അവരുടെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ സംസ്കരിച്ചത്. ജന്മനാട് അവർക്ക് വേദനയോടുകൂടിയ ഒരു യാത്രയയപ്പാണ് നൽകിയത്. അപ്പോഴും ഈ ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്നവരുടെ കുടുംബവും അതോടൊപ്പം തന്നെ ഈ ഒരു അപകടം കണ്ട രാജ്യത്തെ ജനങ്ങൾ മുഴുവനും ചോദിച്ചത് എങ്ങനെയാണ് ഈ ഒരു വിമാന അപകടം ഉണ്ടായത് എന്നുള്ളത്. ഓൾറെഡി ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഈ ഒരു മരണമടഞ്ഞ കുടുംബങ്ങൾക്കൊക്കെ ടാറ്റ ഗ്രൂപ്പ് 1 കോടി രൂപയൊക്കെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ എങ്കിൽ പോലും എങ്ങനെയാണ് ഈ ഒരു വിമാന ദുരന്തം ഉണ്ടായത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഗൗരവമേറിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിമാന ദുരന്തത്തിന് മെയിൻ കാരണം പൈലറ്റ് ആണ് എന്നുള്ളത് തന്നെയാണ്. അത് എങ്ങനെയാണ് ഈ ഒരു പൈലറ്റ് ഈ ഒരു വിമാന ദുരന്തത്തിന് കാരണമാകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. തുടക്കത്തിൽ പൈലറ്റ് സ്വയം ആത്മഹത്യ ചെയ്യാനുള്ള ഒരു തീരുമാനമായിരുന്നോ എന്നുള്ള രീതിയിലുള്ള കുറെ ചർച്ചകൾ തന്നെ ഉണ്ടായിരുന്നതും. എന്നിരുന്നാലും അവിടെ മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, പൈലറ്റ് സ്വയം ആത്മഹത്യ ചെയ്യാനാണ് ശ്രമിച്ചതെങ്കിൽ ഇത്രയും പേരെ കൊല്ലാനുള്ള ശ്രമം അല്ലെങ്കിൽ ഇത്രയും പേരെ മരണത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. എന്തായാലും പിന്നീട് ഈ ഒരു കാര്യത്തിന് ചർച്ചകൾക്കൊന്നും പോയില്ല. പിന്നാലെയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ, അദ്ദേഹം എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയതും. അദ്ദേഹം ഈ ഒരു എമർജൻസി ഡോർ തുറക്കാൻ ശ്രമിച്ചതാണോ ഈ ഒരു അപകടത്തിന് കാരണം, അല്ലെങ്കിൽ വിശ്വാസ് കുമാർ എമർജൻസി ഡോർ തുറന്നതാണോ അപകടം ഉണ്ടാക്കാൻ ഇടയാക്കിയത് എന്നിങ്ങനെയുള്ള കുറേയേറെ ചോദ്യങ്ങളിലേക്ക് പോലും പിന്നീട് കാര്യങ്ങൾ കൊണ്ടുപോയി. ഈ വിമാന അപകടം നടക്കുന്നതിന് മുൻപേ ഒരു കറുത്ത വസ്തു അത് ആകാശത്തിലൂടെ പറന്നു പോകുന്നതൊക്കെ പിന്നീട് വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. അത് എമർജൻസി ഡോർ എന്നൊക്കെയാണ് പിന്നീട് പറഞ്ഞു പരത്തിയത്. പക്ഷെ എമർജൻസി ഡോർ തുറക്കണമെങ്കിൽ അത്രത്തോളം അത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾക്ക് മാത്രമേ അത് തുറക്കാൻ സാധിക്കൂ. അതായത് ക്യാബിൻ ക്രൂവിന് മാത്രമേ അതിന്റെ ലോക്ക് സംവിധാനങ്ങളൊക്കെ തന്നെ അറിയാൻ സാധിക്കൂ എന്നുള്ളൂ. സാധാരണ ഒരു യാത്രക്കാരെ സംബന്ധിച്ച് അത് തുറക്കാൻ കഴിയില്ല എന്നുള്ള അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു അനുമാനവും ദുർബലമായി പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. പിന്നീടാകട്ടെ വിശ്വാസ് കുമാറിന് ഭീകര ബന്ധമുണ്ട്. വിശ്വാസ് കുമാർ ഭീകരമായിട്ട് അടുത്ത ബന്ധമുള്ള ബ്രിട്ടീഷ് ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരു ബ്രിട്ടീഷുകാരനാണ്. ബ്രിട്ടനിൽ ഇപ്പോൾ ഇസ്ലാം മതം വലിയ രീതിയിൽ പടർന്ന് പന്തലിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധങ്ങൾ വഴി വിശ്വാസ് കുമാർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചോ എന്നൊക്കെയുള്ള ദുരൂഹമായിട്ടുള്ള ചില ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അനുസരിച്ച് പൈലറ്റിന്റെ സീറ്റ് തകരാറിലായതുകൊണ്ടാണ് എന്നാണ് സൂചന. അതും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ അപകടം കഴിഞ്ഞ് ഏകദേശം ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രാഥമികമായിട്ട് പോലും ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. അതും ബ്ലാക്ക് ബോക്സ് കിട്ടിയിട്ട് പോലും എന്താണ് ഇതിന്റെ തകരാറിന് കാരണമെന്ന് പറയാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു വിവരം പുറത്തു വരുന്നത്. ഇവിടെ പൈലറ്റിന്റെ സീറ്റ് എന്ന് പറയുന്നത് പിന്നോട്ട് ചായുന്ന ഒരു ടൈപ്പ് സീറ്റാണ്. അതിന് ലോക്ക് മെക്കാനിസം തകരാറിലായിരുന്നു എന്നുള്ള ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിമാനം പറന്നു വരുന്നതിന്റെ പൈലറ്റിന്റെ സീറ്റ് പെട്ടെന്ന് പിന്നിലേക്ക് തെന്നി മാറുകയും ഈ ഒരു സമയം അദ്ദേഹത്തിന്റെ കൈകൾ അബദ്ധവശാൽ എഞ്ചിൻ പവർ ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ട ത്രോട്ട് ലിവറിൽ തട്ടി എന്ന് പറയുന്നു. തുടർന്ന് ഉയരാനാകാതെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. അബദ്ധവശാൽ അതിനെ എഞ്ചിൻ പവർ ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ട ആ ഒരു ത്രോട്ടിൽ ലിവർ തട്ടി എന്നാണ് പറയപ്പെടുന്നത്. ാണ് ഈ ഒരു അപകടം ഉണ്ടായതും. അതും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം തന്നെയായിരുന്നു ഈ ഒരു അഹമ്മദാബാദ് വിമാന ദുരന്തം. വിമാനം തകർന്നു വീഴുന്നത് നിയന്ത്രണം ഏറ്റെടുക്കാൻ പോലും ഈ ഒരു സഹ പൈലറ്റ് ശ്രമിച്ചെങ്കിലും പൈലറ്റ് ചാരിയിരുന്ന ആ നിലയിലായതുകൊണ്ട് തന്നെ അതിന് സാധിച്ചില്ല എന്നാണ് പറയുന്നത്. ഇതിലൊരു അന്തിമ റിപ്പോർട്ട് തയ്യാറാകുമ്പോൾ സമഗ്രമായിട്ടുള്ള ഒരു ചിത്രം തെളിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കോക്പിറ്റ് ഡേറ്റയിൽ രേഖപ്പെടുത്തിയത് വിമാനം പറന്നുയർന്ന് 12 സെക്കൻഡ് ആയപ്പോൾ സീറ്റ് പിന്നോട്ട് നീങ്ങി വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നും 15-ാം സെക്കൻഡിൽ സഹ പൈലറ്റ് തിരിച്ചറിയുന്നു. ഉയർന്നു പൊങ്ങാനാകാതെ വിമാനം 26-ാം സെക്കൻഡിൽ 214 അടിക്ക് മുകളിൽ. ബോയിങ് ഡ്രീം ലൈനർ വിമാനത്തിന്റെ റിവേഴ്സ് മോഷൻ പ്രൊട്ടക്ഷൻ തുടങ്ങിയ ആ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും, അതായത് വിമാനം പറന്നുയർന്ന് ഇത് 12-ാം സെക്കൻഡിൽ തന്നെ ഇത് സംഗതി കൈവിട്ടു പോയി. സീറ്റ് പിന്നോട്ട് മാറി എഞ്ചിൻ പവർ ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ട് ത്രോട്ട് ലിവറിൽ തട്ടി. അങ്ങനെ വിമാന നിയന്ത്രണം പൈലറ്റിന്റെ കയ്യിൽ നിന്ന് പോവുകയും സഹ പൈലറ്റ് ഇത് ഉയർത്താനായിട്ട് ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. പൈലറ്റ് ചാരിയിരിക്കുന്ന നിലയിലായിരുന്നു കൊണ്ട് തന്നെ ഇത് ഉയർത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് പറയാൻ സാധിക്കില്ല. കാരണം അബദ്ധവശാൽ ഇത്രയും ആളുകൾ പോകുന്ന ഒരു വിമാനം അതിലെ പൈലറ്റിന്റെ സഹ പൈലറ്റിന്റെ കയ്യിലാണ് ഇത്രയും ഈ ഇരിക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും മുഴുവൻ ജീവനും ഉള്ളത്, അല്ലെ?
12 സെക്കൻഡിൽ തന്നെ ഇത് തകരാറായി വിമാനം ഉയർത്താൻ കഴിയില്ല. മാത്രമല്ല 600-800 അടിക്ക് ഇടയിൽ വെച്ചാണ് ഈ ഒരു വിമാനം തകർന്നു വീഴുന്നത്. അപ്പോൾ അബദ്ധവശാലാണ് പൈലറ്റിന്റെ കയ്യിൽ നിന്ന് ഇത്തരം ഒരു സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ തന്നെ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ പ്രാഥമികമായിട്ട് വന്നിരിക്കുന്ന എന്നുള്ള ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില ഡേറ്റകൾ പുറത്തു വരുന്നത്. പക്ഷേ ഈ ഒരു വിമാന ദുരന്തം നടന്ന സമയത്ത് ഒരു വ്യോമയാന വിദഗ്ധൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിപ്പോൾ യഥാർത്ഥമായി കൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിന്റെ പൈലറ്റ് അദ്ദേഹം ഈ ഒരു വിമാനം ഉയർന്നു പൊങ്ങുന്നതിന് മുൻപ് അത് ഇത്രയും ദൂരം യാത്ര ചെയ്യുന്ന ഒരു വിമാനത്തെ സംബന്ധിച്ച് ആയതുകൊണ്ട് തന്നെ വിമാനത്തിന്റെ എല്ലാ സുരക്ഷാ കാരണങ്ങളും പൈലറ്റ് ഉൾപ്പെടെയുള്ളവർ കൃത്യമായിട്ട് നിരീക്ഷിക്കും. അത് മാത്രമല്ല വിദഗ്ധർ ഉൾപ്പെടെ അത് പരിശോധിക്കും. കാരണം ഫുൾ ടാങ്ക് ഇന്ധനവുമായിട്ടാണ് ഈ ഒരു വിമാനം ഇത്രയും ദൂരം പറന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധനകൾ എല്ലാം തന്നെ നടത്തിയതിനു ശേഷം മാത്രമേ വിമാനം പറത്താനായിട്ട് അനുവാദം നൽകുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ എല്ലാ പരിശോധനകൾക്കും ശേഷമാണ് വിമാനം ഉയർത്താനുള്ള ആ ഒരു അനുവാദം നൽകിയത്. അനുവാദം നൽകി 12 സെക്കൻഡ് ആകുമ്പോൾ തന്നെ വിമാനത്തിന് ഇത്ര വലിയ പിഴവ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പൈലറ്റിന്റെ സീറ്റിന്റെ പ്രശ്നം കൊണ്ടാണ് ഇത്രയും പേരുടെ മരണത്തിന് ഇടയാക്കിയതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്. എന്നാൽ പോലും സത്യാവസ്ഥ ചിലപ്പോൾ അങ്ങനെയും ആയിരിക്കാം. എന്നാൽ പോലും ഈ ഒരു സീറ്റിന്റെ മെക്കാനിസം പ്രശ്നമായതുകൊണ്ട് അത് ചാരി ഇരുന്നപ്പോൾ സീറ്റ് തെന്നി മാറി. പിന്നീട് ഈ ഒരു വിമാനം ഉയർന്നു പോകുന്ന സമയത്തിന്റെ കൈകൾ അബദ്ധവശാൽ എഞ്ചിൻ പവർ ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ട ത്രോട്ട് ലിവറിൽ തട്ടി എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം നമുക്ക് സ്ഥിരീകരിക്കാനായിട്ട് കഴിയുമെന്നുള്ള ഒരു കാര്യം അറിയില്ല. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടക്കത്തിൽ തന്നെ ഒരു വ്യോമയാന വിദഗ്ധൻ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഈ 2 പൈലറ്റുമാരുടെ ജീവിത സാഹചര്യങ്ങൾ പോലും പരിശോധിക്കുകയുണ്ടായി. ഇതിന്റെ മെയിൻ പൈലറ്റ് എന്ന് പറയുന്നത് 8200 മണിക്കൂർ ഈ ഒരു വിമാനം പറത്തതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. സീറ്റിന്റെ ആയാൽ പോലും അതുപോലെ തന്നെ ആ വിമാനത്തിൽ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെ എന്തൊക്കെയാണെന്നുള്ളതും അദ്ദേഹത്തിനെ സംബന്ധിച്ച് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. കാരണം അത്രത്തോളം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പൈലറ്റ് ആണ് ഇതിന്റെ മെയിൻ പൈലറ്റ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ, കാരണം ഒരു വിമാനം ഉയർന്നു പൊങ്ങുന്നതിന് മുൻപ് യാത്രക്കാർക്ക് എത്രത്തോളം സുരക്ഷാ പരിശോധനകളൊക്കെ നടത്തുന്നുണ്ടോ അതിനേക്കാളും കൂടുതൽ സുരക്ഷാ പരിശോധനകൾ ഒരു വിമാനത്തെ സംബന്ധിച്ച് ഉണ്ടാകുമെന്നതാണ് പറയുന്നത്. അത്തരം കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ഈ പൈലറ്റിന്റെ സീറ്റിന്റെ ഈ ഒരു പ്രശ്നം അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതും ഉയർന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ ഉണ്ട് എന്ന് തുടക്കത്തിലെ പറയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പലർക്കും പല രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാവും. എങ്ങനെ ഇത് സംഭവിച്ചു, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടതിന്റെ കേസ് തന്നെ ഒന്ന് നോക്കി. എങ്ങനെ ഒരാൾക്ക് മാത്രം രക്ഷപ്പെടാൻ സാധിച്ചു, അല്ലെങ്കിൽ ആ ഒരു എക്സിറ്റ് തകർന്നു വീണു, അല്ലെങ്കിൽ ആ ഒരു എമർജൻസി ആ ഒരു വാതിൽ ആ സമയത്ത് തകർന്നു വീണു എന്ന് പറയുന്നത്. ഈ ഒരു വിശ്വാസ് കുമാർ ചാടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞില്ല. അവിടുന്ന് രക്ഷപ്പെട്ട ടൈമിൽ കൂടെ ആരും ചാടാൻ ശ്രമിച്ചില്ലേ? കാരണം 242 പേരുണ്ടായിരുന്ന ആ ഒരു വിമാനത്തിലെ 241 പേര് മരണമടഞ്ഞു. വിശ്വാസ് കുമാർ വളരെ കൂളായിട്ട് തന്നെയാണ് ആ ഒരു എക്സിറ്റ് വഴി ചാടി. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ. കയ്യിൽ ഫോണൊക്കെ കയ്യിൽ വെച്ച് വളരെ കൂളായിട്ട് നടന്നു പോകുന്ന ആ വീഡിയോ. ശരിക്കും ഒരു അപകടം നടന്ന ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ എങ്ങനെ കൂളായിട്ട് നടക്കാൻ സാധിക്കുന്നു ഉള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഈ ഒരു ചാടിയ ചാട്ടത്തിൽ തന്നെ ഒബ്വിയസ്ലി ഇവനടുത്തും ഒരാൾ ഉണ്ടായി കാണുമായിരിക്കും. പക്ഷേ ആ ഒരു ടൈമില് വിശ്വാസ് കുമാർ എങ്ങനെ രക്ഷപ്പെട്ടു? നമുക്ക് ആ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നോക്കുമ്പോൾ തന്നെ അറിയാലേ, ആ നിശ്ചിത സമയത്തിൽ ഒരാൾക്ക് കൂടി രക്ഷപ്പെടാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ലേ എന്ന് ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം നടക്കുന്നുണ്ട് യഥാർത്ഥ സത്യം എന്താണെന്നുള്ള കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുറത്ത് നടക്കുന്നുണ്ട്. ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള കാരണം എന്തായാലും പുറത്തു വരും. ഒരിക്കലും ഒരു കാര്യം ഒളിച്ചു വെക്കാനും പറ്റത്തില്ലല്ലോ. ഈ ഒരു ബ്ലാക്ക് ബോക്സിന്റെ വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ശരിക്കും വരുന്ന 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധരും പറയുന്നത്.